കൈവെട്ട് കേസിൽ പ്രധാന തെളിവായ മഴു കണ്ടെത്താനായില്ല. അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിയ മഴുവിനായിട്ടായിരുന്നു മുഖ്യപ്രതി സവാദ് കടന്നത്. കസ്റ്റഡിയിൽ തുടർച്ചയായ ചോദ്യം ചെയ്യലും ആയുധം എവിടെ ഒളിപ്പിച്ചുവെന്നും വെളിപ്പെടുത്താനായിട്ടില്ല. കൃത്യത്തിന് ശേഷം കൊല്ലത്തെത്തിയ സവാദ് മറ്റു ചിലർക്ക് ആയുധങ്ങൾ ഒളിപ്പിക്കാൻ കൈമാറിയ ശേഷം മധുരയിലേക്ക് കടന്നതായാണ് സൂചന. മതം നിന്ന് ആരോപിച്ച് മത കോടതികളുടേത് പോലുള്ള ശിക്ഷ നടപ്പാക്കാൻ മഴു ഉപയോഗിച്ചായിരുന്നു സവാദ് അധ്യാപകൻ പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത്. ഈ ആയുധവുമായി രക്ഷപ്പെട്ട സവാദ് ആദ്യം കൊല്ലത്തും പിന്നീട് മധുരയിലും ഇവിടെ നിന്ന് ദിണ്ടിഗലിലും എത്തി. കേരളം വിടുമ്പോൾ സവാദിന്റെ കയ്യിൽ ആയുധമുണ്ടായിരുന്നില്ല. കൈപ്പത്തി വെട്ടാൻ ഉപയോഗിച്ച മഴു കൊല്ലത്ത് വെച്ച് മറ്റാരെയോ ഏൽപ്പിച്ചതായാണ് സൂചന. ദിവസങ്ങൾക്കകം പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ചോദ്യം ചെയ്ത് ആയുധം പോലീസ് കണ്ടെടുത്തേക്കുമെന്ന ധാരണയിലാണ് PFI ഭീകരവാദ ഗ്രൂപ്പിലെ മറ്റൊരാളെ ആയുധമേൽപ്പിച്ച് സവാദ് കടന്നത്. പ്രധാന തെളിവ് തിരിച്ചെടുക്കാനാകാത്ത വിധം നശിപ്പിച്ചതാരാണെന്നും ആർക്കാണ് കൈമാറിയതെന്നും ചോദ്യം ചെയ്യലിൽ സവാദ് തുറന്നു പറഞ്ഞിട്ടില്ല. ആയുധം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിർണായക സാക്ഷിമൊഴികളുടെയും അനുബന്ധ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകാൻ കഴിയുമെന്നാണ് NIA കരുതുന്നത്. എന്നാൽ കൃത്യം നടന്ന് 13.5 വർഷത്തിന് ശേഷം പിടിയിലായത് സവാദ് തന്നെയെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അടുത്ത ബന്ധുക്കളിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ച് പിടിയിലായത് സവാദാണെന്ന് ഉറപ്പാക്കും. മട്ടന്നൂർ ബേരത്ത് നിന്നായിരുന്നു സവാദ് പിടിയിലായത്. ഷാജഹാൻ എന്ന പേരിലായിരുന്നു കഴിഞ്ഞിരുന്നത്. സവാദിന് ദിണ്ടികളിൽ ഒളിത്താവളമൊരുക്കിയത് ഭീകരവാദ ഗ്രൂപ്പുകളാണെന്നും വ്യക്തമായിരുന്നു. ജനം, കൊച്ചി.